കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ മൂർച്ഛിച്ച ഹാജറ എന്ന യുവതി മരണത്തിനിടയാക്കിയതിന് പിന്നിൽ അക്യുപഞ്ചർ ചികിത്സയെന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തി. സംഭവത്തിൽ വ്യാജ അക്യുപഞ്ചർ ചികിത്സ നടത്തിയവർക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ക്യാൻസറിന് അലോപ്പതി ചികിത്സയ്ക്കും സ്കാനിങ്ങും പോലെയുള്ളവ ഫലപ്രദമല്ലെന്ന യുവതിയെ വിശ്വസിപ്പിക്കുന്ന സ്ത്രീയുടെ വാട്സപ്പ് ശബ്ദരേഖ കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. പഴയ സ്വഭ്യസ്കാരം കഴിഞ്ഞതിന് ശേഷം ഞാൻ സാറിന് മെസ്സേജ് ഇട്ട് എനിക്ക് ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം സാറ് പിന്നെ കോളിയാൻ പറഞ്ഞു. സാറിനെ കോൾ ചെയ്ത് നോക്കുമ്പോൾ സാറ് ഒരു പെണ്ണുങ്ങളെടുത്ത് പിന്നെ അന്നേരം കിട്ടിയില്ല. അന്നേരം രണ്ടാമത് ഞാൻ മെസ്സേജ് ഇട്ട് സാറിനെ കിട്ടിയില്ല. അന്നേരം സാർ ഇങ്ങോട്ട് വിളിച്ച് ഹീൽ ചെയ്താന്നിപ്പോൾ. നിങ്ങളെ മനസ്സിൻ്റെ തോന്നലാണ് വേദന വരുന്ന സമയത്ത് സാറിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് വേദന വന്ന്? ഒരുപാട് പ്രാവശ്യം വേദന വന്ന്, നീര് വന്ന്, ഒരുപാട് പ്രശ്നങ്ങൾ വന്നില്ലേ? അപ്പോൾ ചികിത്സ ഫലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന വരുമ്പോൾ ചികിത്സ ഫലിക്കാത്തല്ലോ ഹാജറ. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോഴിക്കോട് കുറ്റ്യാടിയിലെ വാഴയിൽ ഹാജറ ക്യാൻസർ മൂർച്ഛിച്ച് മരിച്ചത്. ക്യാൻസറിന്റെ വേദന അനുഭവപ്പെട്ടപ്പോൾ തന്നെ ഹാജറ കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ ഹാജറയെ ബാധിച്ചിരിക്കുന്നത് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് രോഗിയിൽ നിന്നും മറച്ചുവെച്ചു. പഴുപ്പ് പൊട്ടിയൊലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് കള്ളം പറഞ്ഞ് ഹാജറയെ വിശ്വസിപ്പിച്ചു. അതിന്റെ ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പനിക്കുന്നത് ഹാജറ നമ്മളെ ഉള്ളിലുള്ള കേട് പോകാനില്ല. പനിക്കുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പനിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ കല്ലിപ്പ് പുറത്തേക്ക് വന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പഴുപ്പോ ബ്ലഡോ പോവോ അല്ലെങ്കിൽ അതിൻ്റെ കനം കുറിയോ എന്തെങ്കിലും ചെയ്യും. പനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഹീലിംഗ് നടക്കും. മെൻസസിന്റെ പിന്നെ അതും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ കളിക്കുന്നത്. പിന്നീട് ഹാജറയെ എരഞ്ഞിപ്പാലത്തെ അക്യുപങ്ക്ചർ കേന്ദ്രത്തിലേക്ക് മാറ്റി. പച്ചവെള്ളവും 4 അത്തിപ്പഴവുമല്ലാതെ മറ്റൊന്നും കഴിക്കരുതെന്ന് അവർ നിർദ്ദേശിച്ചു. അലോപ്പതി ചികിത്സയും സ്കാനിങ്ങും ഒന്നും തന്നെ ആവശ്യമില്ലെന്നും വിശ്വസിപ്പിച്ചു. ഒടുവിൽ 6 മാസം മുൻപ് മാത്രമാണ് ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന് ബന്ധുക്കൾക്ക് വ്യക്തമായത്. അപ്പോഴേക്കും രോഗത്തിന്റെ 4ാം ഘട്ടം പിന്നിട്ടിരുന്നു എന്ന് അടുത്ത ബന്ധുവായ അബ്ദുൽ സലാം പറഞ്ഞു. ഈ രോഗം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അറിയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാരണക്കാരി എന്ന് പറയാം ഫെമിന എന്നൊരു കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ ഡോക്ടറാണ്. അവസാനം കോഴിക്കോടുള്ളൊരു ഷുഹൈബ് റിഹാൽ എന്ന് പറഞ്ഞൊരു ഡോക്ടറെ അടുത്തേക്ക് സജസ്റ്റ് ചെയ്യുകയും അവിടുന്ന് വീണ്ടും അയാൾ ചികിത്സ തുടരുകയും ചെയ്ത് 300 മില്ലി വെള്ളം 4 ഈത്തപ്പഴം ഓരോ ദിവസവും കഴിക്കുക, രോഗം പൂർണ്ണമായും മാറിക്കിട്ടും. നിങ്ങൾ ഒരു സർജറിക്കും പോകണ്ട, എക്സ്റേയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലാബ് ടെസ്റ്റോ നടത്തേണ്ട ആവശ്യമില്ല, പൂർണ്ണമായിട്ടും ഇവിടുന്ന് മാറും എന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച്. 6 മാസം മുൻപ് ഹാജറയ്ക്ക് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ കുടുംബം കുറ്റ്യാടി പോലീസിൽ അക്യുപങ്ക്ചർ ചികിത്സകർക്കെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ അക്യുപങ്ക്ചർ ചികിത്സകരുടെ സർട്ടിഫിക്കറ്റുകൾ നോക്കി വിട്ടയക്കുക മാത്രമാണ് പോലീസ് ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒടുവിൽ കൃത്യമായ ചികിത്സ ലഭിക്കാതെ ഹാജറ മരിച്ച സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് കുടുംബം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.